ഹായ്. എനിക്കിന്ന് കുറച്ച് സങ്കടമൊക്കെ ഉള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ വേഗം കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ നിന്ന് കാണുന്ന വീഡിയോകൾ നമ്മൾ കോപ്പി അടിക്കാമെന്ന് പറയില്ലേ, അതേ കോപ്പി അടി തന്നെയാണ് എൻ്റെ വീഡിയോയിൽ കാണുന്നത്. എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ മാറ്റി ചെയ്യാറുണ്ട്, എനിക്കാവുന്ന പോലെയൊക്കെ പറ്റുന്ന രീതി. കാരണം അതേപോലെ കോപ്പി അടിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, കാരണം അവരത്ര പെർഫെക്ഷനിൽ ചെയ്യുന്ന ഡാൻസാണ്. അപ്പം അതെനിക്ക് ചില സ്റ്റെപ്പുകൾ എനിക്ക് വഴങ്ങൂല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാനത് ചെയ്യുന്നു. എന്നെ കണ്ടിട്ടും പല ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ പേഴ്സണലി അറിയുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ വാട്സപ്പിലൊക്കെ അവരുടെയൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യും. അവർ പോലും അറിയാണ്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. കാരണം എനിക്കത് അത്രയ്ക്കും അഭിമാനം തോന്നിയിട്ടുള്ള പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എനിക്കൊരു വിഷമവും ഇല്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അവരുടെ വീഡിയോയിൽ കമൻ്റ് ഇടാറുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ ചെയ്തു, അത് കണ്ട് ഒരാൾ ഇൻസ്പയർഡായി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിലും വലിയ നേട്ടമൊന്നും ഇല്ലല്ലോ. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, പൈസയും പണമൊന്നുമല്ല, നമ്മളെ കണ്ടിട്ട് ഒരാൾക്ക് അതുപോലെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഞാനതിൽ അങ്ങേയറ്റം സന്തോഷിച്ച ആളാണ്. പക്ഷേങ്കിൽ എനിക്കൊരാളുടെ അക്കൗണ്ടിലെ വീഡിയോസ് കണ്ടപ്പോൾ, ഞാനിട്ട വീഡിയോസ് ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ വിത്തിൻ 1-2 മണിക്കൂറിനുള്ളിൽ ആ ചാനലിൽ ആ വീഡിയോ അതേപോലെ തന്നെ വരുന്നു. അപ്പം ഞാനിട്ട എഫേർട്ട് അവിടെ ഇല്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പം ഡാൻസ് കുഴപ്പമില്ല, ഡാൻസ് നമുക്ക് അവർ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പറയും. പക്ഷേ നമ്മളെ സംസാര ശൈലി, ഞാൻ പറയുന്ന മാറ്ററുകൾ, അതെല്ലാം അതേപോലെ ഒരു ചാനലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എനിക്കൊരു ജീവൻ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ ഭയങ്കര ഇമോഷണലി വീക്കായിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, പറയുമ്പോൾ മനസ്സിൽ വിഷമം വന്നിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്ന അതേ ശൈലിയിൽ സംസാരിക്കുക, ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ അവരുടെ ചാനലിൽ പറയുക. പക്ക എൻ്റെ ഒരു ചാനലിൻ്റെ വേറൊരു പതിപ്പ് പോലെ. അവരുടേതായിട്ടുള്ള വീഡിയോകൾ ഒരുപാടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്തു, നൈറ്റി ഇട്ട് ഡാൻസ് ചെയ്തു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് വേറെ ഡ്രസ്സില്ല, ഉള്ളതിട്ടല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ നിങ്ങളോടൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് ലോങ് വീഡിയോ അപ്ലോഡ് ആക്കാൻ നെറ്റ് വീട്ടിലില്ലായിരുന്നു, വൈഫൈ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഷോർട്സ് ഇട്ടു. ആ ഷോർട്സ് തന്നെ എത്ര വ്യൂസ് വന്ന ഷോർട്സ് ആയിരുന്നു. 22K വ്യൂസ് കയറിയ ഷോർട്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു 4 പാർട്ടായിട്ടാണ് ഞാൻ ആ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞത്. അതിൽ നിങ്ങൾ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്നിട്ടും അതിൽ കുറേ ആളുകളുടെ കമൻറ്റ് വന്നു, ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. തെറ്റിദ്ധാരണ വാങ്ങാൻ നിൽക്കണ്ട, എന്തിനാണ് വെറുതെ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു കാര്യം ആളുകൾ സംസാരിച്ച് വലുതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണല്ലോ എന്ന് കരുതി ഞാൻ അതങ്ങനെ തന്നെ 4 ഷോർട്സും ഡിലീറ്റ് ആക്കി. എനിക്ക് തോന്നുന്നു 4 ഷോർട്സും കൂടി എടുത്താൽ തന്നെ നല്ലൊരു വ്യൂസ് പോയി എൻ്റെ ചാനലിൽ നിന്ന്. ഞാൻ എന്നിട്ട് ഒരു 4 എണ്ണം ഡിലീറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എൻ്റെ ചാനലിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടൂല. അപ്പം ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ അവസ്ഥയാണ്, മനസ്സിലായോ? ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ആ ചാനലിൽ അതേപോലെ തന്നെ പറയാണ്, നൈറ്റി ഇട്ട് കളിക്കുന്നത് എനിക്ക് വേറെ ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ശൈലി വരെ എടുത്തിട്ട് അതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് വേറെ നൈറ്റി ഇല്ല, അല്ല എനിക്ക് ഉള്ളത് വെച്ചിട്ടല്ലേ കളിക്കാൻ പറ്റൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ അതേപടി കോപ്പി അടിച്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുതന്നെയല്ല, നമ്മൾ ഇടുന്ന വീഡിയോസ്, ഞാൻ എന്ത് വീഡിയോ ഇടുന്ന ആ വീഡിയോ 1-2 മണിക്കൂറിനുള്ളിൽ മറ്റൊരു ചാനലിൽ കാണുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നില്ല, ഡാൻസ് എനിക്ക് പ്രശ്നമില്ല. പക്ഷേങ്കിൽ ഞാൻ കടന്നു വന്ന ഒരു വഴി, അവിടെ ഒരാൾ ആ ആളുടെ അക്കൗണ്ട് നോക്കിയാൽ നമുക്കറിയാം. കാരണം അവരൊരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പോലെയൊക്കെ നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് വീഡിയോകളൊക്കെ അവരുടെ ചാനലിലുണ്ട്. അവരുടെ ഒരു സാമ്പത്തിക സ്ഥിതി എൻ്റെതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ് അവർ പോകുന്നതെന്ന് അവരുടെ ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരുടെ വീഡിയോസ് കാണുമ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവരത് കോപ്പി അടിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു രീതിയിൽ പറഞ്ഞത്. അല്ലാണ്ട് അവരവിടെ പറഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ ഒരു 10 ആൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് കള്ളത്തരായി മാറുക ചെയ്യുന്ന. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത്
ജീവിതമാണ്. ആ ജീവിതം അപ്പുറത്ത് പോയിട്ട് ഉണ്ടായിട്ടും എനിക്കില്ല എന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ മറ്റൊരാൾ കാണുമ്പോൾ ഞാനും കള്ളം പറയുന്ന പോലെയല്ലേ തോന്നുക. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. ഡാൻസ് വീഡിയോസ് ഒന്നും ആരും ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. ഞാനും മറ്റുള്ളവരുടെ നിന്ന് എടുത്തിട്ട് വന്ന് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ ഞാൻ എന്ത് കാര്യം പറയുന്നു അതുപടി അപ്പുറത്ത് പോയി പറയുക, അതേപോലെ സംസാരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ എൻ്റെ ജീവിതാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ്. അതുപോലും അപ്പുറത്തെ ചാനലിൽ അത് കണ്ടൻ്റായിട്ട് മാറിയെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. സോഷ്യൽ മീഡിയ ആണ്, എനിക്കറിയാം, ആരെയും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നിർത്തി പോകാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ തന്നെ ഭയങ്കര മടിയായി. കാരണം ഞാൻ പറഞ്ഞ് എന്നെ തന്നെയാണ് അവിടെ കാണുന്നത്, എൻ്റെ ശൈലി തന്നെ, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ പോലും അതേപടി ആ ചാനലിൽ കാണുക എന്ന് പറയുമ്പോൾ ഞാൻ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഡാൻസ് വീഡിയോസിൽ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ സംസാരിക്കുന്ന വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിപ്പോയത്. കാരണം ഇങ്ങനെയും നമുക്കൊരാളെ ഇതാക്കാൻ പറ്റുമോ? നമ്മളെങ്ങനെയാണ്, ഞാൻ എന്താണെന്ന് എനിക്കേ അറിയുള്ളൂ. എന്നെ നിങ്ങൾ കോപ്പി അടിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്താൻ നോക്കിയാലാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത രീതി വേറെ, എൻ്റെ ജീവിത രീതി വേറെ. ഇതിനകത്തുനിന്ന് യാതൊരുവിധ വരുമാനമോ കാര്യങ്ങളോ പ്രതീക്ഷിച്ച് ചെയ്തതല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം അതേപടി അവിടെ പോയി കോപ്പി ചെയ്തു. നിങ്ങളും അതേ രീതിയിൽ സംസാരിക്കുമ്പോൾ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആരാണ് പറയുന്നത് സത്യം, ആര് പറയുന്നതിലാണ് എന്തെങ്കിലും ന്യായമുള്ളൂ? ഇതിപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഇറങ്ങിയേക്കുവാണല്ലോ എന്നുള്ളൊരു ചിന്ത വരില്ലേ? അപ്പം ഞാൻ എൻ്റെ ജീവിത യാഥാർത്ഥ്യം പറഞ്ഞത് അവിടെ ഒന്നും അല്ലാണ്ടായി തീരുക ചെയ്യാം. ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടും അല്ല വീഡിയോയിൽ അങ്ങനെ പറഞ്ഞത്. പക്ഷേങ്കിൽ ഇതിങ്ങനെ പോയപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, എനിക്ക് ഡാൻസ് വീഡിയോ ചെയ്യുന്നതിനോടൊന്നും ഒരു വിരോധമില്ല. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അതേപടി നിങ്ങളെ ചാനലിൽ കോപ്പി അടിക്കുമ്പോൾ ഒരു ലേശം മര്യാദ എന്നോട് കാണിച്ചൂടെ? ഞാൻ ഒരു കള്ളത്തരോ യാതൊരു കാര്യങ്ങളോ അല്ല പറയുന്നത്. ഞാൻ എന്താണെന്നാണ് പറഞ്ഞത്. അത് അതേപോലെ നിങ്ങൾ കോപ്പി അടിക്കും. നിങ്ങൾക്കൊരല്പം എന്താ പറയുക, നിങ്ങളോട് തന്നെയുള്ളൊരു റെസ്പെക്റ്റ് ഇല്ലേ നിങ്ങൾക്ക്? എല്ലാവരും പറയുന്ന പോലെ ലേശം മര്യാദ, അത്രയും മര്യാദ നിങ്ങൾക്ക് എന്നോട് കാണിച്ചൂടെ? വീഡിയോസോ നിങ്ങൾ എന്ത് ചെയ്തു? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് വീഡിയോ ചെയ്യാൻ പോലും ഉള്ള ഇത് വന്നില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഇത്. സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഫേക്ക് ആക്കിയിട്ട് എൻ്റെ രീതി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക. അത് നിങ്ങൾ അതേപോലെ കോപ്പി അടിച്ച് ചെയ്തില്ലേ? എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. നിങ്ങളോട് എനിക്ക് വേറെ ഒരു വിരോധവും ഇല്ല. പക്ഷേങ്കിൽ നിങ്ങൾ കാണിച്ചതൊരു മര്യാദകേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ജീവിതമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ അവിടെ പറഞ്ഞു വെച്ചത്. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഏതായാലും അപ്പോൾ എത്രയേ ഉള്ളൂ. എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിനും നമുക്ക് കൺട്രോളൊന്നും കൊടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഈ നൈറ്റീൻ്റെ കാര്യം ആ കുട്ടി പറയണ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം അത് നിങ്ങൾ വിചാരിക്കാം അവർക്കും ആ സാഹചര്യം ആയിരിക്കും. അല്ല, അവരുടെ സാഹചര്യം അതല്ല എന്ന് എനിക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമായി. കാരണം എൻ്റെ വീഡിയോകൾ എന്താണോ ഉള്ളത് അത് ഒരു അണുവിടെ തെറ്റാണ്ട് ആ ചാനലിലുണ്ട്. ആ കൂട്ടത്തിലാണ് ഈ നൈറ്റീൻ്റെ കാര്യങ്ങൾ പറയുന്ന വീഡിയോ കൂടി വരുന്നത്. വളരെ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഒരാളുടെ ജീവിത സാഹചര്യത്തെ എടുത്ത് ഇങ്ങനെ നിങ്ങളുടെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സുണ്ടെന്നാണ് എനിക്കറിയാത്തത്. ഏതായാലും എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. എനിക്കിനി വയ്യ, വീഡിയോ ചെയ്യാൻ തന്നെ മടുപ്പ് വന്നു. കാരണം എന്തിനാണ് വെറുതെ, എനിക്കറിയില്ല. എൻ്റെ കുഴപ്പത്തിന് എൻ്റെ ചിന്തയുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മൾ ഒരാളെ കോപ്പി അടിക്കാം, നമുക്കൊരാളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേങ്കിൽ അയാളുടെ ശൈലി, അയാൾ സംസാരിച്ച ജീവിത പ്രശ്നങ്ങൾ അതേപോലെ നിങ്ങളെ ചാനലിൽ പറയുമ്പോൾ ഈ രണ്ട് ചാനലും കാണുന്ന ആളുകൾക്ക് കൺഫ്യൂഷനല്ലേ വരിക? ആര് പറഞ്ഞതാണ് ശരി? ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെയാണോ? ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെയാണോ? ഇതിപ്പോൾ രണ്ടുപേരും കള്ളം പറയുന്നതാണോ എന്നുള്ള സംശയം പോലും തോന്നൂലേ ആളുകൾക്ക്? നിങ്ങൾക്കൊരു അല്പം മര്യാദയോടെ ചെയ്തൂടെ? അല്പം മര്യാദ കാണിച്ചൂടെ? ഞാൻ ആരെയും ദ്രോഹിക്കാൻ വരുന്നില്ലല്ലോ. ഞാൻ ആരെയും വീഡിയോ ചെയ്യുന്നതിന് എതിരുമല്ല. പിന്നെ വെറുതെ എന്തിനാണ് ഇതൊന്നും നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനിപ്പോൾ എൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം നിങ്ങളോടാണ് പറയുന്നത്.
അതുകൊണ്ടാണ് ഇത്ര രാവിലെ ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഞാൻ അതിനിടയ്ക്ക് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ശരി, അത് ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ഒരല്പം മര്യാദ എന്നോട് കാണിക്കാം. അത്രയേ ഉള്ളൂ. ശരി.